സ്ട്രൈക്ക് പരിപാടി തുടങ്ങി. വെച്ച് കീച്ച വാ. ഓ ഇത് റാപ്പോക്കെ. ഓ ഷിറ്റ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. രണ്ടാഴ്ച വന്നു അല്ലേ? രണ്ടാഴ്ച കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഇട്ടത് പ്രസിഡന്റിന്റെ കല്യാണമായിരുന്നു. അതിനുശേഷം ഇന്നാണ് ഒരു വീഡിയോ ഇടുന്നത്. നമ്മൾ അജയ് ഉണ്ട്, റിഷോൺ ഉണ്ട്, നമ്മൾ അജുവേട്ടൻ ഉണ്ട്, നമ്മൾ അഭിജിത്ത് ഉണ്ട്, പിന്നെ ഞാനുണ്ട്, പിന്നെ പ്രണവ് ഉണ്ട്. ഇപ്പൊ വരും. നമ്മൾ ഒരു കാർ മീറ്റിന് വേണ്ടി പോവാണ്. ഓക്കെ, നമ്മളെ മലയാളികൾ നടത്തുന്ന ഒരു കാർ മീറ്റ്. ഇവിടുന്ന് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. 4 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. ഇപ്പം 4:30 എന്നെ ഇൻസൾട്ട് ചെയ്ത സംഭവം കോളനി കമ്മിറ്റിയിൽ ഞാൻ വെക്കാൻ പോവാ. കം ഓൺ ജിജി, ഐ വിൽ സീ ടു ദിസ്. എല്ലാവരും ഇതേപോലെ മലയാളികളായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സമയത്തൊക്കെ എത്തുന്നു. ഞാൻ എൻ്റെ ഉൾക്കണ്ണ കൊണ്ട് കണ്ടു. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. 7 മണി വരെ ഉണ്ട് പരിപാടി. അതായത് മലയാളികളുടെ സൂപ്പർ കാർസും പരിപാടിയൊക്കെ ആയിട്ട് അവർ വരുന്നു. കാർസ് ആൻഡ് ചായ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പരിപാടിയിൽ എല്ലാവരും കൂടി വരുന്നു, ഒന്ന് ചില്ല് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അതാണ് പരിപാടി. കുറെ നാളായി കാർ മീറ്റിന്റെ വീഡിയോ കൂടി ഇട്ടിട്ട്, അതുകൊണ്ട് എൻജോയ് ലെറ്റ്സ് എൻജോയ്. ഓക്കെ, അപ്പോൾ വന്നിട്ട് നമ്മൾ ഫുട്ബോൾ കളിക്കും അല്ലേ? ഇതാണ്ടാ റിഷോൺ ആസ് ഓൾവേസ് ക്ലീൻ ലുക്ക്. ഡേറ്റിന് പോകുന്നതാ ഇതാണ്ടാ. ആ ഒരു സമയം പെട്ടെന്ന് പോകുന്ന ഇഷ്ടമാണ്. ചെറുത് വാങ്ങി ഡേറ്റിന് പോകുന്ന പോലെയില്ല. മനുഷ്യന്മാരെ ഇത് വെക്കാൻ ബേസ് കോട്ട് കെട്ടിട്ട് വാടക എടുത്താണെങ്കിൽ എന്ത് രസമുണ്ട്. ഞാൻ ഈ ഒരു സാധാരണ ഷർട്ട് പാന്റ്. ഇവൻ പക്ഷെ അങ്ങനെയല്ല, ഇവൻ പ്രീമിയം ഓറ. ആണോ? ഓക്കെ ഓക്കെ, നമ്മളവിടെ കാണും. പ്രണവ് അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ചലിക്കുന്നു. നീ നമ്മുടെ കൂടെ വാ മച്ചാ. വണ്ടി ഓടിച്ചോ. അപ്പൊ എനിക്ക് വ്ലോഗ് ചെയ്യാലോ. ഏത് ഇതേണ്ട എനർജി സ്റ്റേഡിയം. നമ്മളെ എന്താ പറയുക, വേൾഡ് കപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ ദൂരം. പക്ഷെ ആ ട്രാഫിക് ഉണ്ടാകുമ്പോൾ 1/2 മണിക്കൂർ ആയിരിക്കൂല, 1.5 മണിക്കൂർ എടുക്കും ഇവിടെ എത്താൻ വേണ്ടിട്ട്. ഗൈസ്, നമ്മൾ എത്താറായി ഒരു 20 മിനിറ്റ് കൂടി കേട്ടാ. 5:30ക്കാണ് നമ്മളവിടെ എത്താം. ഒരു 6:30 വരെ നിന്നിട്ട് നമുക്ക് വണ്ടികളൊക്കെ ഒന്ന് കണ്ട് വരാം. ഫുട്ബോൾ കളിക്കണ്ടേ നമുക്ക്? ഇതിന്റെയൊക്കെ ഫാൻസ് ഉണ്ടാവും. നോക്കണ്ടോ, കൺകുളിക്ക് കണ്ടോ. ഇതെന്താ സംഭവം അറിയാം ജയ്? നമ്മൾ വേറെ റൂട്ട് വഴിയാണ് ഇതിലേക്ക് കയറുന്നത്. നമ്മളിവിടെ വന്നിട്ടുണ്ട് മുന്നേ. ആ ബൈക്കിന്റെ ഒക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. മറ്റേ സ്കാമറിന്റെ വീഡിയോ ഇല്ലേ? സ്കാം അതിനൊക്കെ വന്ന പാർക്കാണിത്. ഇപ്പൊ നമ്മളൊരു എൻട്രി ചെയ്യും ആ പാർക്കിലേക്ക്. അന്നേരം നിങ്ങൾക്ക് കത്തും. സൈഡിൽ ഹൈവേയോ? ഇത് മിസോറി സിറ്റി എന്ന് പറഞ്ഞ സ്ഥലമാട്ടാ. നമ്മളെ ബേട്ടൗണിന്ന് ഏകദേശം 1 hour ഡ്രൈവ് ഉണ്ട്. ഇവിടെ കുറെ മലയാളികളുണ്ട്. ഇവിടെ കുറെ മലയാളി ഫംഗ്ഷൻസ് നടക്കാറുണ്ട്. പിന്നെ ഈ ഫുട്ബോൾ ടീമും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ മലയാളി പിന്നെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ടീമുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. കുറെ ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള സ്ഥലമാണ് ഇത്. നമ്മുടെ ബേട്ടോൺ പോലെയല്ല. ബേട്ടോൺ എന്ന് പറഞ്ഞാല് കുറച്ച് മലയാളികളേ ഉള്ളൂ. മറ്റേ എന്താ പറയാ, തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് മലയാളികളേ ഉള്ളൂ. പക്ഷെ മലയാളികളുടെ കമ്മ്യൂണിറ്റിയിൽ ഇത് ഭയങ്കര വലുതാണ്. മിസോറി സിറ്റി പറഞ്ഞത് ഭയങ്കര വലിയ കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അതിപ്പോ ഞാൻ എന്തിനാ പറഞ്ഞത് എനിക്കറിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കാറുകൾ പ്രതീക്ഷിക്കാം, നല്ലപോലെ കുറെ കാറുകൾ പ്രതീക്ഷിക്കാം. നമ്മളെ എന്റെ പണ്ടത്തെ വർക്ക് ആമസോൺ. ഞാൻ ആമസോൺ ഡെലിവറി ഡ്രൈവർ ആയിട്ട് പോയ ഒരു ടൈം ഉണ്ടായിരുന്നു. വേണ്ട ഞാനിവര് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോ കുറെ കാറുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. നമുക്ക് പോയി നോക്കാം എക്സൈറ്റ്മെന്റ് ഉണ്ടോ കേട്ടാ. പിന്നെ ലൈവ് DJ ഉണ്ട്. പിന്നെ ചായ എന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ, അല്ല ചായ കിട്ടുമോ? പൈസ കൊടുത്താൽ മതി. ഞാൻ ചായ കുടിക്കാറില്ല, സോറി. അജയ് ചായ കുടിക്കുന്നില്ല. അജയ് ചായ ലവറാണ്. അജയ് അബീത്തല്ലേ? അബീത്ത് 8 ചായ കുടിക്കും ഒരു ചായ ലവറാണ് ഇവര്. ഒരുത്ത തിരിഞ്ഞിരിക്കണ്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടല്ലോ. നൈസ്. അതാണ് വേണ്ടത്. നമ്മൾ മലയാളികൾ ഹോസ്റ്റ് ചെയ്യുന്ന പരിപാടി അടിപൊളിയാവണം. ഇതുണ്ടോ ഫയർ ട്രക്ക് കൊണ്ടുവന്ന്?
ഇത് ഫയർ ടീം വരുന്ന ബൈക്കുകളുണ്ട്, കാറുകളുണ്ട്, ലക്ഷറി കാറുകളുണ്ട്, മറ്റേ എന്താ പറയുക സ്പോർട്സ് കാറുകൾ വേറെ ഉണ്ട്, പോലീസുകാരുണ്ട്, ഫയർ ട്രക്ക് ഉണ്ട്. ഓ ക്ലീൻ വണ്ടി നമ്മളെ ബേസിലായിട്ട് ഇവിടെ ഉണ്ട്. അനിയനൊക്കെ ഇവിടെ ഉണ്ട് തോന്നുന്നു, അവരുടെ ബൈക്കൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. നമുക്ക് ആദ്യം പാർക്കിംഗ് കണ്ടുപിടിക്കാം. പാർക്കിംഗ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് നടന്നു വന്ന് ഫുൾ ഓരോന്നോരോന്നായി കാണാം. ഓക്കെ, നമ്മളെ വണ്ടി നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. കമോൺ എല്ലാവരും വരൂ, ആത്മാർത്ഥമായിട്ട് വരൂ. അജയനോട് ഇറങ്ങുമ്പോൾ ചോദിച്ചു ജാക്കറ്റ് എടുക്കണോ അളിയാ. ഞാൻ പറഞ്ഞു എടാ തണുപ്പൊന്നും ഇല്ല, ഇങ്ങനെ ഇതാവല്ലേ. പക്ഷെ തണുപ്പുണ്ട്. ഒരു അറിവ് വെച്ചിട്ട് ഇതെല്ലാം മലയാളികൾ ഓൺ ചെയ്യുന്ന കാർസ് ആയിരിക്കണം. ഓക്കെ, ഹോസ്റ്റ് ചെയ്യുന്ന മലയാളി ഓൺ ചെയ്യുന്നല്ല കാറുകൾ. ശരി ശരി. ചായ ഉണ്ടോ? ഓക്കെ ബ്രോ, അന്തസ്സുണ്ടല്ലോ മനുഷ്യന്. ഇപ്പൊ വരുന്നേ വണ്ടികളൊക്കെ. ഗൈസ് ഇതാ ലാംബോ. ഓ ബ്രോ. ഗൈസ് ഇതാ ആൾക്കാരൊക്കെ ഉണ്ട്. വൈബ് പരിപാടിയാണ്. അജയുടെ സ്ട്രീക്ക് പരിപാടി തുടങ്ങി. ബൈക്കിന്റെ ഏരിയ ഫുള്ള് ബൈക്കുകൾ കേട്ടാ. നമ്മളെ ബൈക്കും കൂടി കൊണ്ടുവരായിരുന്നല്ലേ. വെച്ച് കീച്ചാ വാ. അജയന്റെ സ്ട്രീക്ക് വന്നു തുടങ്ങി. എടാ നമുക്കൊരു ഏരിയ തുടങ്ങി ഇങ്ങനെ വരാവാ. ദൈവന്റെ റാപ്പ് ഓക്കെ നൈസ്, ക്ലീൻ റാപ്പ് കളിയാ. കാർബൺ ഫൈബർ ഹുഡ് കാര്യങ്ങളൊക്കെ നൈസ്. ഇവിടെയാണ് കാറുകൾ. ഈ വണ്ടിയുടെ റാപ്പ് ഉണ്ടോ? നൈസ് റാപ്പല്ലേ. എനിക്ക് ഇങ്ങനത്തെ മാറ്റ് റാപ്പുകൾ ഭയങ്കര ഇഷ്ടം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? പൊളിക്ക് ഇങ്ങനെ കാറുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. അളിയ തണുപ്പുണ്ടോ അളിയാ? തണുപ്പൊന്നുമില്ല അല്ലേ? അതാ അജയന്റെ ഫേവറേറ്റ് വണ്ടി. നമുക്ക് ഓരോന്നോരോന്നായി കാണാം. ഓക്കെ കണ്ട ഫുള്ള് കണ്ട പൊളിക്കട്ടെ ഏതായാലും. ഓ ഇത് റാപ്പൊക്കെ ഇത് മ്യൂസിക് പ്ലേ ചെയ്യുന്നോണ്ട് മിക്കവാറും കോപ്പിറൈറ്റ് കിട്ടും. പക്ഷെ നമുക്കിണ്ടാ പേടി അല്ല. പിന്നെ അല്ല അത് ലിഫ്റ്റ് ചെയ്യൂടാ. ഋഷോണ മഹിമല്ലേ നടക്കണ്ടല്ലേ. ഒരെണ്ണം തന്നില്ലേ, ഇനി ഇത് മുഷിന് നാളെ അപ്പ തരാം. ലാൻഡഡ് കുറച്ച് ലേറ്റ് ആയി പോയി. നീ എവിടെ പാർക്ക് ചെയ്താ? അവിടെ പാർക്ക് ചെയ്താ. ഇതാണ് നമ്മളെ വിക്കി ബ്രോ. ബീച്ചപ്പം ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കട്ടാ. ഓഹോ നൈസ് ബ്രോ. എങ്ങനെയുണ്ട് അഭിപ്രായം പറ? അടിപൊളി. ഇതൊക്കെ 360 ക്യാമറ വിത്ത് ക്യാമറ കേട്ടാ. ഇലക്ട്രിക് ചാർജർ എവിടെ കണ്ടില്ല. അയ്യേ വില കളഞ്ഞില്ലേ നമ്മളെ ഇലക്ട്രിക് ചാർജർ. ഇതാ ഓക്കെ നൈസ് ഭയങ്കര സ്പീഡാന്ന് തോന്നല്ലേ ഇത്? നല്ല ഫാസ്റ്റാ അത്. സൂപ്പറാ. എന്റെ അമ്മ എന്ത് സൗണ്ടാടാ, ചെവി അടിച്ചു പോയിട്ടാ. തണുപ്പില്ലേ? പൊളിക്ക്. Nice bro, nice. Clean. Which year is it? Oh, this is 2019. 2019, huh? Okay. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ. Mine is 2018. Oh, 2018? Yeah. Oh, shit. Parkeda kutta. Nice.
ഈ വണ്ടിന്റെ റിവ്യൂ ആണോ ഞാനൊന്ന് വേണോ ചോദിച്ചത്. ഈ വണ്ടിന്റെ റിവ്യൂ ആണോ ഞാനോട് പറയണം. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം കണ്ടുപിടിച്ച് നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ചവിട്ട് ബ്രോ. അത് നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. നൈസ്. ഇങ്ങനെ പരിചയപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷം. ഹായ് 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 ഹായ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് ഫുഡ്? ചായ കിട്ടിയാ? തീർന്നോയാ? ഓ നോ, ആൾക്കാർ കൂടി പോയിട്ടുണ്ട്. ചായ തീർന്നു പോയി കഴിച്ചു. പക്ഷെ എനിക്കത് വിഷയമല്ല, കാരണം ഞാൻ ചായ കുടിക്കാറില്ല. ഇതേ പട്ടി. അപ്പൊ ഇത് എനിക്ക് പട്ടിനെ പറ്റിയല്ലേ? എല്ലാരും വിളിച്ചു. എനിക്ക് റോൾസ് റോയ്സ് ആണ് ഞാനിവിടെ പ്രതീക്ഷ. അതില്ല കേട്ടാ. എന്ത് ചെയ്യാനല്ലേ? അതാണ് നമ്മുടെ ഫേവറേറ്റ് വണ്ടി. മാനിഫെസ്റ്റേഷൻ ഇപ്പോഴേ തുടങ്ങണല്ലോ അല്ലേ അഭിത്തെ? അല്ല പിന്നെ എന്നാ ഇത് വണ്ടി കേട്ടോ നമ്മള് പ്രസന്റ് ചെയ്താ ഇഷ്ടം. കാരണം നീ ഫോട്ടോസ് എടുത്തില്ലേ? ഫിൽറ്റർ മസ്റ്റാ. ഓടി ഓടി കാണിക്കാന്ന് കേട്ടാ. എന്റെ മോനെ കിടലൻ ഓതിരം. മല്ലക്കമ്മയുടെ ഭാഗമായിരുന്നു. ദിവാൻ കളരി മാർഷൽ ആർട്സ് അക്കാദമി 3 വണ്ടി നമ്മുടെയാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാൽ മതി. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത് നല്ലൊരു കളറും എല്ലാം. എങ്ങനെയുണ്ട്? ക്ലിപ്പൊക്കെ കിട്ടിയാ? എടാ ഇത് നീ ഫുൾ സെറ്റപ്പ് ആയാലിത് കൊള്ളാലോ. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഇതിനെത്രടാ? അത്രേ ഉള്ളൂ. ഉപയോഗമാണ് നമ്മൾ ഇതിലെടുക്കുമ്പോ. പിന്നെ തീർച്ചയായും ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ പച്ച കളർ ഫോക്കസ് എവിടെയാന്ന് കാണിക്കുന്ന ഫോക്കസ് മനസ്സിലാവും, കോമ്പസിഷൻ മനസ്സിലാവും, കുറച്ചും കൂടി വലിയ ഫ്രെയിമിൽ കാണാൻ പറ്റും. ഇതും കൂടി കറക്റ്റ് എവിടെ ഫോക്കസ് മനസ്സിലാവും. അതോ ഭാഗം എല്ലാം ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഉപയോഗം വീഡിയോ എടുക്കും. സത്യം സത്യം. ഇത് നിങ്ങളെ കുറച്ചാണോ? നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. ആണോ? എപ്പോ? അടുത്ത മാസം. നൈസ്. പൊളിക്കാൻ നമുക്ക്. പിന്നെ അല്ല ശ്രീഹരി ഹോസ്റ്റലിലാടാ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയി. എന്താ റെഡി കെട്ടി വലിക്കണ്ടല്ലോ. അപ്പുറത്ത് കുറച്ച് ആൾക്കാർ പുള്ളിയും ഈ വണ്ടി ഇങ്ങോട്ട് പുള്ളി. ബേസിക്കലി ഇവരൊരു വടംവലി നടക്കുന്നുണ്ട്. അപ്പൊ ആ വടംവലിന്റെ ഒരു ചെറിയ പ്രൊമോഷൻ അതാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഒച്ചയ്ക്കോ, വെറുതെ ഒച്ചയ്ക്കോ. ഹായ്, എന്താ പേര്? അലക്സാണ്ടർ. അലക്സാണ്ടർ, നൈസ് ടു മീറ്റ് യു ബ്രോ. അപ്പൊ ഞാൻ പൊട്ടനാ? വീഡിയോ ഇപ്പൊ എടുത്തോണ്ടിരിക്കല്ലേ? ഹായ് പറ, സബ്സ്ക്രൈബ് വൈബ് പറ. അജയ്, അഭിജിത്ത്, അജു. പ്രസിഡന്റ് ഇല്ലടാ, പ്രസിഡന്റ് ഇല്ല. ആ കല്യാണം കഴിച്ചോണ്ട് പുള്ളി ഇല്ല. ജോലടാ, ജോല പീസ്. കാണാം അടുത്ത വർക്കിന് കാണാം. ഓക്കെടാ ബ്രോ. ഈ മച്ചനെ അറിയില്ലേ? ഇവനറിയില്ലേ? എന്തൊക്കെയുണ്ട്? ഇറങ്ങാൻ പോവാ. പരിപാടി ഓൾമോസ്റ്റ് തീരാറായി. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അത് ലേറ്റ് ആയി പോയി. ഇത് ബിസി ആയിരുന്നു. ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ മച്ചാനെ കൂടെ ഒരു പാർട്ടിക്ക് പോയി തകർത്ത്. കുറെ ആൾക്കാർ വ്ളോഗിൽ മച്ചാനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് അലമച്ചാനെ കൊണ്ടുപോകും. ഇനി നമ്മള് ഇതേപോലെ കൊലാബ് ചെയ്യും അല്ലേ? തീർച്ചയായും നമ്മൾ കിടന്ന വർക്കുകൾ ചെയ്യും. മച്ചാനെ ഫോളോ ചെയ്യാം. മച്ചാന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നൈസ് കണ്ടന്റ് ആണ്, അടിപൊളി കണ്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഉഷാറാക്കി മച്ചാ. ഓക്കെ, കാർ എടുത്തിട്ട് ഒറ്റക്കാണോ? നമ്മളിപ്പോ ഇറങ്ങാം. നമ്മൾ പോയിട്ട് ഒരു ചെറിയ ഫുട്ബോൾ കളി പരിപാടിയൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് വടംവലിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ, അടുത്തൊരു പരിപാടിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ. കാറുകൾ വരുന്നുണ്ടല്ലോ, അടിപൊളി കാറുകളാ, നൈസുകള്. അവിടെ ലാംബോ, ഫെറാറി എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മച്ചാനെ പരിചയമുള്ള കുറെ ആൾക്കാരുണ്ടാവും. ഉറപ്പാ. അപ്പൊ ഓക്കെ മച്ചാൻ, വീണ്ടും വീണ്ടും നമ്മൾ മീറ്റ് ചെയ്തു. എതുക്കിടാ ഇങ്ങ വന്ന ഏണ്ടാ എന്നെ ടെൻഷൻ പண்ற എങ്കോ பார்த்தாலும் നീ. വീണ്ടും നമ്മൾ മീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ സോക്കർ ഓക്കെ പീസ് ഗൈസ്. അപ്പൊ കിടിലൻ പരിപാടി. ഇവൻ ഫ്രണ്ട് കയറിയിരുന്നവൻ. ഗൈസ് നമ്മളിപ്പോ ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാല് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി തീരും. പരിപാടി തീർന്നു കഴിഞ്ഞാൽ ഈ കാറൊക്കെ ഒരുമിച്ച് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കും.
അപ്പൊ നമ്മൾ ട്രാഫിക് സ്റ്റക്കാവും. ഇപ്പൊ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 7-7:30 ആകുമ്പോൾ നമ്മൾ അവിടെ എത്തി ബേട്ടോണിന് കുറച്ച് ഫുട്ബോളും പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, സൈബർ ട്രക്ക് വ്ളോഗിൽ കാണിക്കാൻ വേണ്ട. നമ്മള് മറ്റേ ഗ്യാസ് ഗ്യാങ് അല്ലേ, ഗ്യാസ് ഗ്യാങ്ങാ ഗൈസ്. പരിപാടി നൈസായിരുന്നു. കുറച്ച് തണുപ്പുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നമ്മളെ പവറുള്ളതുകൊണ്ട് വിഷയമൊന്നുമില്ല. ഇതിൽ കുറെ ഭാഗങ്ങൾ എനിക്ക് ഇടാൻ പറ്റൂല, ഇട്ടാലും ഞാൻ എന്താ പറഞ്ഞു വന്നപ്പോ കുറെ ക്ലിപ്പുകൾ എനിക്ക് കോപ്പിറൈറ്റ് ഇല്ലാണ്ടെടുക്കണമെങ്കിൽ ഞാൻ വേറെ എക്സ്ട്രാ മ്യൂസിക് ഇട്ട് ഇടണം. അപ്പൊ നമ്മുടെ കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ മിസ്സാവും. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു വ്ളോഗ് കിട്ടി. പിന്നെ കുറെ ആൾക്കാരെ ഇവിടെ പരിചയപ്പെടാൻ പറ്റി. വളരെ സന്തോഷം, വളരെ സന്തോഷം. അവര് വന്ന് സംസാരിക്കുമ്പോൾ വളരെ സന്തോഷം. അതൊരു പ്രത്യേക വൈബാണ്. കളിക്കാൻ പോയേക്കുവാ. കുട്ടികളുടെ കളിയാണ്, ആയിക്കോട്ടെ. കളിക്കണത് നമ്മൾ രണ്ടുമാണെങ്കിലോ അപ്പൊ കളി വലിയവരുടേതായില്ലേ. ശ്രീഹരി ഹോസ്റ്റലിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അവനവന്റെ പിന്നെ ഫുട്ബോൾ കളി ഭാഗമായിട്ട് ഇന്ന് രാവിലെ പോയി. അതുകൊണ്ടാണ് അവൻ വീഡിയോയിൽ ഇല്ലാത്തത്. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് എനിക്കറിയാം, സുപ്ര എന്തെടുക്കാത്ത. ശരിയാണ്, നമ്മളെ ഒരു ബീസ്റ്റ് ഉണ്ട്, പക്ഷെ അത് നമ്മൾ എടുക്കാത്ത കാരണം അതെ സ്ലീപ്പിംഗ് ആണ്. പുലി പതുങ്ങിയിരിക്കാണ് ഇപ്പൊ. എന്തിനാന്നറിയാലോ, അത് എടുക്കാത്ത വേറൊന്നല്ല, നമ്മളത് അന്ന് പണിഞ്ഞിറക്കട്ടെ. എല്ലാരും ജോലി തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നോണ്ട് അത് എടുത്തില്ല. പിന്നെ നമ്മൾ ഡോഡ്ജിലിംഗ് വന്നു. ഓക്കെ, അതൊന്ന് ഓഫാക്കോ. അത് ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടല്ലേ, ഡിസ്റ്റർബ് ആക്കാം. ഇപ്പാണ് വെളിച്ചം വന്നത്. വേറൊരു അനൗൺസ്മെന്റ്, ബിഗ് അനൗൺസ്മെന്റ്, അത് ഈ വ്ളോഗിലാണ് ഞാൻ ചെയ്യുന്നത്. ഈ വ്ളോഗ് ഇറങ്ങുമ്പോഴേക്ക് നമ്മളെ വെബ്സൈറ്റും നമ്മളെ പുതിയ പ്രോഡക്ട്സും ലോഞ്ച് ആയിട്ടുണ്ടാവും. ലിനൻ ഷർട്ടും അതുപോലെ പാന്റുകളും ലോഞ്ച് ആയിട്ടുണ്ടാവും. വാങ്ങുക, വൈബ്സോണിന്റെ ഭാഗമാവാ. പുതിയൊരു ബ്രാൻഡാണ്, നമ്മൾ വളർത്തിയെടുക്കും സാധനം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ താഴെ ഞാൻ മറ്റേ ഇത് കൊടുക്കാം, ലിങ്ക് കൊടുക്കാം, നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യും. പിന്നെ നമ്മൾ കേരളത്തിലും ഇന്റർനാഷണൽ ഷിപ്പിംഗ് ഒക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇല്ലെങ്കിൽ കേരളത്തിൽ മാത്രമായിരിക്കും. അപ്പോൾ വാങ്ങുക, നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗമാവാ. ക്വാളിറ്റി ഒക്കെ ഞാൻ നാട്ടിൽ പോയി ചെക്ക് ചെയ്ത സാധനമാണ്, അതുകൊണ്ട് ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, 916 സാധനമാണ്. കുറച്ച് ടൈം എടുത്തു ലോഞ്ച് ചെയ്യാൻ, പക്ഷേ നല്ല സാധനം തന്നെ വരുന്നുണ്ട്. അപ്പോൾ വേറെ നിനക്ക് പറയാനില്ല ഗൈസ്, നിങ്ങൾ എൻജോയ് ചെയ്താ തണുപ്പായോണ്ടല്ലേ. നീയോ അല്ലേ അജേട്ടാ? അപ്പൊ ഒരു ചെറിയ അത്ര വലിയ പരിപാടിയാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ ആദ്യമായിട്ടാണ് ഒരു കാർഷികന് കാർമേറ്റ് നീ വന്നിട്ടില്ല നമ്മളോട്? ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്നുണ്ട്. ഇനി എല്ലാ ആഴ്ചയും വ്ളോഗ് ഇടുന്നുള്ള വാഗ്ദാനങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. സമയം കിട്ടുമ്പോൾ നല്ല കണ്ടന്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ സ്റ്റേ ട്യൂൺഡ്. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം അല്ലെ. പീസ്. അജയ് വീഡിയോ എടുക്കണോ? അജയ് നീ കണ്ടോ? അലന്റെ കൂടെ വന്ന് ഇവിടെ നീ കണ്ടോ? ഞാൻ ഇപ്പൊ ഇങ്ങനെ പിടിച്ചെന്തിനാണ് മസിലാണ്. റോബി എവരിവൺ 8 ഓക്കേ ഗോ അവേ റോബി.